9 പേരുടെ ജീവൻ നഷ്ടമായി എന്നാണ് LNGP ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ മരണസംഖ്യ ഉയർന്നേക്കും. കാരണം പൊള്ളലേറ്റ പരിക്കേറ്റ ആളുകളിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. ഇടയ്ക്ക് ഇന്നലെ ചിലരെ എയിംസിലേക്ക് കൊണ്ടുപോകുന്നത് പരിഗണിച്ചിരുന്നു. പക്ഷെ പിന്നീട് അതുണ്ടായില്ല എന്ന് തോന്നുന്നു. ഇതിൽ ഈ 9 പേരിൽ എത്ര പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ബസന്ത്? ആര്യ, ഇപ്പോൾ വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് പല മരിച്ചവരുടെ ബന്ധുക്കൾ ഈ ആശുപത്രിയിൽ എത്തുന്നുണ്ട്. പക്ഷേ വലിയ സഹായങ്ങളൊന്നും തന്നെ LNGPയിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ളത്, അതായത് കൊണ്ടുപോകാനുള്ള ആംബുലൻസോ ഒന്നും തന്നെ കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ ബന്ധുക്കൾ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, ഇവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബോഡി അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശവും വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഉത്തർപ്രദേശിൽ നിന്ന് ഒരാളുടെ മൃതശരീരം മാത്രമാണ് തിരിച്ചറിഞ്ഞത്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ബന്ധുക്കൾ അവിടെ എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ഇതിൽ പലരുടെയും മൃതശരീരങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ളതുണ്ട്. ചിതറിത്തെറിച്ച സാഹചര്യങ്ങളുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരും ഇപ്പോൾ അവിടെ ചികിത്സയിലാണ്. പക്ഷേ ഇപ്പോൾ ചില ബന്ധുക്കളുടെ പരാതി പ്രധാനമായും ഈ മൃതശരീരങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. ആംബുലൻസ് സൗകര്യങ്ങൾ പോലും ലഭ്യമാകുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ ആശുപത്രിയിലേക്ക് എത്തിയ ബന്ധുക്കൾക്ക് ഒരു തരത്തിലുള്ള സഹായവും ലഭിക്കുന്നില്ല. ഇന്നലെ വൈകിട്ട് തന്നെ പല ബന്ധുക്കളും അവിടേക്ക് ആശുപത്രിയിലേക്ക് LNGP ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. പക്ഷെ പലരെയും ഇന്നലെ അകത്തേക്ക് കയറ്റിവിട്ടില്ല എന്നുള്ള പരാതിയുണ്ട്. ഇന്ന് രാവിലെയൊക്കെ, കാരണം അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ബീഹാറിൽ തിരിച്ചറിഞ്ഞ ഒരാൾ ബീഹാർ സ്വദേശിയാണ്, അങ്ങനെ ഉത്തർപ്രദേശ് സ്വദേശിയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ബന്ധുക്കൾ ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഈ ആംബുലൻസ് അടക്കമുള്ള ഈ മൃതദേഹം തിരികെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടൊക്കെ പരാതികൾ ഉയരുന്നുണ്ട്. അതിന്റെ പ്രതികരണങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബസന്ത്, ഇന്നലെ അമിത് ഷാ കണ്ടതിന് ശേഷം ഔദ്യോഗികമായ ഒരു പ്രതികരണവും നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇന്ന് 11 മണിക്ക് ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെയാണ് ഇതുവരെയുള്ള അന്വേഷണ സംഘത്തിന്റെ നിഗമനങ്ങൾ, അത് ഒരു പ്രസ് ബ്രീഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും ഇന്ന് അമിത്ഷായുടെ നേതൃത്വത്തിൽ, ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ആഭ്യന്തര മന്ത്രാലയത്തിൽ ചേർന്ന ശേഷം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ ഇനി ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സ്ഥിരീകരണം, ഇത് ഭീകരാക്രമണമാണോ എന്നുള്ളതും മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വ്യക്തത വരികയുള്ളൂ. ഇത് NIAക്ക് കൈമാറുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് ഉന്നതതല യോഗത്തിൽ തീരുമാനം വരും. ഇന്നലെ സംഭവം നടന്ന ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി ഒരു ഉന്നതതല യോഗം വിളിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിൽ പരിക്കേറ്റവരെയും മറ്റും സന്ദർശിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഈ സംഭവ സ്ഥലത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായും മറ്റും ഒക്കെ അദ്ദേഹം ആശയവിനിമയം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നാണ് ഇന്നലെ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. അന്വേഷണം എല്ലാ ദിശയിലേക്കും പോകും. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ടെത്തലുകളും വ്യക്തമാക്കണം എന്നുള്ളൊരു ആവശ്യത്തിന്മേൽ അനുകൂലമായ തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു സംഭവം സർക്കാരിന്റെ ഒരു നിലപാട്, അതായത് എന്താണ് സംഭവിച്ചത് എന്ന് രാജ്യത്തെ അറിയിക്കുക എന്നുള്ള ആ പ്രാഥമിക കടമ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് അറിയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ ഇന്നലെ ഡൽഹി പോലീസിന്റെ റെയ്ഡ് ഉണ്ടായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ കസ്റ്റഡിയിലെടുക്കുന്നുണ്ട്. ഈ കാറിന്റെ ഉടമസ്ഥനെ എടുത്തിരുന്നു. പുൽവാമയിൽ നിന്നുള്ള ഈ താരിഖിനെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി നടന്നതാണ്. പക്ഷേ ഇനി എന്താണ് ഇക്കാര്യത്തിൽ കൂടുതൽ വേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചിട്ടും ഈ അപകടം നടന്ന ഈ ബ്ലാസ്റ്റ് ഉണ്ടായ ഗ്രൗണ്ട് സീറോയിൽ നിന്ന് നമുക്ക് ഇതുവരെയുള്ള വിവരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്.